അവിടെ നിക്ക്. മോട്ടു, ജോണിനെ പിടിക്കാൻ നോക്ക്. ചിങ്കം സാർ, വേഗത്തിൽ അവന് കയ്യാമിട് സാറേ. എന്നിട്ട് ആ ചാവി ദൂരെ കള. പിന്നെ എങ്ങനെ ഇവ മോഷ്ടിക്കുന്നത് നമുക്ക് കാണാലോ. എന്റെ അമ്മോ, മോട്ടു നീ പറഞ്ഞത് വളരെ ശരിയാണ്. ജോൺ, നിന്റെ കയ്യിൽ കയ്യാമടാതെ വേറെ വഴിയില്ല. ചിങ്കം സാറേ, പണി പാടി. എനിക്ക് മാപ്പ് തരണേ. ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല. എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ആരോടെങ്കിലും മാപ്പ് ചോദിക്കുവാണെങ്കിൽ അവരുടെ കൈ പിടിച്ച് വേണം മാപ്പ് ചോദിക്കാനെന്ന്. എനിക്ക് മാപ്പ് ചോദിക്കാനുള്ള ഒരു അവസരം തരണം ചിങ്കം സാറേ. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ. എന്റെ അമ്മോ, എന്താ പറഞ്ഞ നിന്റെ ഹംബിൾ റിക്വസ്റ്റ് ആണെന്നോ? ഓക്കെ, ഇതാ. എന്റെ അമ്മോ, താനെന്താ ഈ കാണിച്ചത്? ഞാൻ എന്റെ വിലക്ക് നിങ്ങൾക്ക് തന്നു. വെച്ചോളൂ വെച്ചോളൂ സാർ, അത് കയ്യിൽ തന്നെ വെച്ചോളൂ. ഇനി എനിക്ക് ആ ബോട്ടിനെ ഒന്ന് കാലിടും. ഈ വിലങ്ങ് വെക്കാൻ ചിങ്കൻ സാറിന് ഐഡിയ കൊടുത്തവനല്ലേ? അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്റെ അമ്മോ, എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും? എന്താ ചെയ്യാ ഇപ്പൊ? വൈറസ് തന്ന ഗാഡ്ജറ്റ് ഉപയോഗിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. മോട്ടു സാറേ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ നടത്തും മോഷണം, നീയാകും യാചകൻ. നമസ്കാരം നമസ്കാരം. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയെ പറഞ്ഞ്. നമസ്കാരം മോട്ടു. നമസ്കാരം ജോണേ. ഇവിടെ കവിതാ സമ്മേളനം ഒന്നും നടക്കുന്നില്ല കേട്ടോ. പൊയ്ക്കോ പൊയ്ക്കോ ഇവിടുന്ന്. ചെല്ല്, പോവാൻ. മോട്ടു സാർ, ഒന്ന് വണ്ടിയിലേക്ക് കയറിയേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ, വന്ന് വണ്ടി കയറ്. അതെ, എനിക്ക് അകത്തോട്ടൊന്നും വരണ്ട. എന്റെ കോളറിന്ന് കൈയെടുക്ക്. എന്തിനാ കാലത്തെ നീ എന്റെ അടി വാങ്ങാൻ നിൽക്കുന്ന ജോണേ? വിട്. വിട്ട് കഴിഞ്ഞാൽ നീ എന്താടാ എന്നെ അങ്ങോട്ട് മൂക്കി കയറ്റോ? വരൂ, വന്നിടിക്കേ, ഒന്ന് കാണട്ടെ. അയ്യോ, എന്റെ കയ്യിൽ ഇത് എന്താ പറ്റിയത്? എന്താ ഇത് തുറക്കാത്ത? എങ്ങനെയാ ഇത് നിങ്ങൾ പൂട്ടിയത്? പറ. അല്ല, ഇത് മോട്ടൂന്റെ ശബ്ദമാണല്ലോ. നമ്പർ 1. എന്താ ഉണ്ടായേ? എന്താ ഇവിടെ സംഭവിച്ചേ? എന്താ പറയാ, അകത്ത് മോട്ടുവിനായിട്ട് പെരുമാറുക. എന്റെ കൂട്ടുകാരനെ വിട്ടേക്ക്. എന്നെ എന്തിനാ തല്ലുന്നേ? എന്നെ എന്തിനാ തല്ലുന്നേ? ഇന്ന് ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ലഞ്ച് കഴിക്കാൻ വരാം. ഒന്ന് നോക്കി വണ്ടി ഓടിക്കണേ. എന്റെ മോട്ടു, നീ എന്തിനാ അടി മേടിച്ച്? അടി കൊടുക്കാൻ പാടില്ലായിരുന്നോ? എന്റെ പത്തിലും ആ ജോൺ എന്റെ കൈയിനിട്ട് എന്താ ചെയ്തെന്ന് ഒരു പിടുത്തമില്ല. എനിക്കറിയില്ല എന്റെ കയ്യിൽ ഏത് ഇൻവിസിബിൾ വിലങ്ങാണ് ഇട്ടിരിക്കുന്നതെന്ന്. ഞാനിപ്പോ എന്താ ചെയ്യാ? വരൂ പത്തിലു, നമുക്ക് ചെന്ന് ചിങ്കം സാറിനെ റിപ്പോർട്ട് ചെയ്യാം. വരൂ. മോട്ടു, ഞാൻ തന്റെ അടുത്തേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്ന. അവിടെ കാത്തിരിക്കൂ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ചിങ്കം സാറേ, ഇത് കണ്ടോ? ജോൺ എന്റെ കൈയിനിട്ട് എന്താ ചെയ്തു വെച്ചത് കണ്ടോ? എന്റെ അമ്മോ, എന്താ പണി കാണിച്ചു വെച്ചിരിക്കുന്നത്? തന്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല, താൻ എന്റെ കൈ കണ്ടില്ലേ? പക്ഷെ എന്റെ കയ്യിൽ കയ്യാമ ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് ഏത് ഇൻവിസിബിൾ കയ്യാമോ ആണോ എന്റെ ദൈവമേ? വരൂ വരൂ, ലഞ്ചിന്റെ ടൈമായി. ബോസ് വിളിക്കുന്നു. ഇല്ല, ഇത്രയും പെട്ടെന്ന് ലഞ്ചോ? ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിന് ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ചാണ് കഴിച്ചത്. എന്റെ അമ്മ, തല കറങ്ങിട്ട് വയ്യ. പക്ഷേ ഇനി ലഞ്ച് സമയത്ത് തന്നെ കഴിക്കണേ. എന്റെ അമ്മോ, ജോണി നല്ലവനായല്ലോ. അവൻ നന്നായതൊന്നും അല്ല. അവന്റെ വേനനകത്തേക്ക് കയറ്റിയിട്ട് ഇടിക്കാനുള്ള പരിപാടിയാ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയേ, എന്റെ കൈ അനക്കാൻ വയ്യേ. എന്റെ അമ്മോ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, എനിക്ക് ലഞ്ചും കഴിക്കണ്ട. നിനക്ക് കഴിക്കണ്ടെങ്കിൽ എന്താ, പക്ഷികൾക്ക് കഴിക്കട്ടെ. ഇത് അവരുടെ ലഞ്ച് ടൈമാണ്.
വരൂ വരൂ വന്ന് ഭക്ഷണം കഴിക്കൂ. Hey, stop! ഈ നഗരം മുഴുവൻ ജോൺ കൊള്ളയടിച്ചോണ്ടിരിക്കുകയാണ്. ഇതുവരെ ചിങ്കം സാറിനെ പറ്റിയോ മോട്ടു പത്ലുവിനെ പറ്റിയോ യാതൊരു വിവരവുമില്ല. അതെ, എന്താ ചെയ്യാ? ആ ജോണ് നമുക്കെല്ലാം കയ്യാമട്ട് ഇവിടെ ഇരുത്തി കളഞ്ഞല്ലോ. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല പത്ലു. ഇനി എന്താ ചെയ്യാ പത്ലു? ഇന്ന് ഡിന്നർ നേരത്തെ കഴിക്കണം. രാത്രി പടം കാണാൻ പോവാനുള്ളതാണ്. എന്താ? വേണ്ട, ഡിന്നർ വേണ്ട, ഡിന്നർ വേണ്ട. കൊള്ള. അപ്പൊ ഡിന്നർ വേണ്ടെങ്കിൽ ഡിന്നർ ക്യാൻസൽ ചെയ്തേക്കാം. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്തിനാണ് ഇങ്ങനെ പെയിന്റ് അടിക്കുന്നത്? ഓ അങ്ങനെയാണെങ്കിൽ റേസ് ഒന്നുകൂടി തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും അതിനായി ഒരുങ്ങിക്കോളൂ. ഗെറ്റ് സെറ്റ് ഗോ. അതെ, ഒരു റേസും വേണ്ട. ഞങ്ങൾ ആരും ഓടില്ല. നിന്നെ കൊണ്ട് ഞങ്ങളെ ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല ജോണേ. ഞാൻ നിങ്ങളെ നിസ്സഹായരാക്കത്തില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിക്കത്തേയുള്ളൂ. ഞാനല്ല നിങ്ങൾക്ക് പണി തരുന്നത്. ഇതാ അവരാണ്. എന്റെ അച്ഛന്മാർ അമ്മച്ചേ. അയ്യോ, വേണ്ട. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാളെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. രക്ഷിക്കത്തല്ലോ മമ്മി, രക്ഷിക്കണേ. എന്നെ താഴെ ഇറക്കിക്കൊണ്ട് Hey, stop! Stop in the name of law! എന്റെ അമ്മോ! ഓടിച്ചെടുത്തല്ലോ. രക്ഷിക്കണേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ. എന്താ ചെയ്യാ? വേണ്ട. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്റെ ചങ്കുകളെ, എന്റെ ബ്രോകളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ കയ്യാമെല്ലാം ഇല്ലാതാവും. ഓ എന്റെ അച്ഛന്മാർ അമ്മച്ചേ, എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇടിക്കുന്നത്? ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത്. എന്നെ വെറുതെ വിടൂ. എന്നാ പിന്നെ നേരത്തെ ഞങ്ങളെ ഒന്ന് ഫ്രീ ആക്കി കൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇടികൊള്ളേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇത്രയും ഇടികൊണ്ടേ തീരൂ. ഓക്കേ, ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. മോട്ടു പത്തിലും ഇപ്പൊ വിലങ്ങിലാണുള്ളത്. ഇനി അവരെ രക്ഷിക്കാൻ ആരാണുള്ളത്? ബോസ്, അധികമൊന്നും സന്തോഷിക്കണ്ട. ദേ തടയാനുള്ളവർ എത്തിക്കഴിഞ്ഞു. അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിങ്ങളുടെ വിലങ്ങ് എങ്ങനെയാണ് അഴിഞ്ഞത്? കയ്യാമം അഴിഞ്ഞേ. ഞങ്ങള് നിനക്ക് ഡിന്നറും കൊണ്ട് വന്നതാണ്. കഴിക്കുന്നില്ലേ ഡിന്നർ? വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. ഡിന്നറും വേണ്ട, ലഞ്ചും വേണ്ട, ബ്രേക്ക്ഫാസ്റ്റും വേണ്ട. വന്ന് വാനിന്റെ അകത്തേക്ക്. ഇടിക്കരുത്. അതെ, ഒന്നുമില്ല. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. ഇനി നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ബാക്കിയുണ്ട്. പിന്നെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനും ബാക്കിയാണ്. ദേ, അവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുവാണ്. അല്ല, അവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? വേണ്ട, ഇങ്ങനെ ചെയ്യരുത്. മമ്മി. ഇല്ല, ചെയ്തിട്ടേ പോകൂ. ജോണേ, ആദ്യം കിളികളെ വെച്ച് തുടങ്ങിയേക്കാം. ചിങ്ക സാറേ, രക്ഷിക്കണേ. ചിങ്ക സാറേ, എന്നെ രക്ഷിക്കണേ. എന്താണ് കാണിക്കുന്നത്? ഒന്ന് ദയവ് കാണിക്കണം. വേണ്ട, എന്നെ ഇടിക്കരുത്. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. മമ്മി, അമ്മാവ, വേണ്ട.
ജോൺ ആകും ഡോൺ, ജോൺ ആകും ഡോൺ. ഇനി ജോൺ പോകും ജയിലിൽ. ആ ജോണിനെ ആര് രക്ഷിക്കും? അല്ലേ ജോൺ? കവിത എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടായിരുന്നു. ചിങ്കം സാറേ, സാറിന്റെ ഡ്യൂട്ടി ചെയ്യ, എന്നെ അറസ്റ്റ് ചെയ്യ, എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്ക്. ചിങ്കം സാറേ, സാറിന്റെ ഡ്യൂട്ടി ചെയ്യ. Watch India's largest kids library only on Jio Hotstar. Download the app now.